നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ ശ്രീ വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് മിനിസ്റ്ററെ, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നു മിനിസ്റ്ററെ? പ്രശ്നങ്ങളൊന്നുമില്ല മിനിസ്റ്റർ, നമ്മുടെ ഈ വടക്കൻപാട്ടിലെ വീരയോദ്ധാക്കളായ തച്ചോളി ഉദയനനും കതിരൂർ ഗുരുക്കളും ഒക്കെ അംഗം വെട്ടി വീണ പൊന്ന്യം ഏഴര കണ്ടത്തിൽ അവിടെ ഇപ്പോൾ പൊന്ന്യം തങ്കത്തിന് തിരിതെളിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് അവിടെ പോയി വിശേഷമൊക്കെ ഫേസ്ബുക്കിലൂടെ അറിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മിനിസ്റ്റർ? ഇന്നിപ്പം ന്യൂസ് മലയാളത്തിൻ്റെ പരിപാടി അവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് മിനിസ്റ്റർ, അവിടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പൊന്ന്യം തങ്കത്തിൻ്റെ? അല്ല, അതൊരു നാട്ടിൻ്റെ തന്നെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് പൊന്ന്യം തങ്കം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദേശീയാടിസ്ഥാനത്തിൽ വലിയ അംഗീകാരം കിട്ടേണ്ടതാണ് ആയോധന കലയെന്ന് പറയുന്നത്. നമുക്കത് പല കാര്യങ്ങൾക്കും അങ്ങനെ ദേശീയാടിസ്ഥാനത്തിൽ കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോകുന്നതിൻ്റെ ഫലമായി അതും കൂടെ പോകുന്നില്ല. പക്ഷെ ഞാൻ ഈ സ്കൂൾ കായിക മേളയിൽ 3 ഇനങ്ങൾ അതിൽ നിന്ന് ഉൾപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അവർ ആ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചത്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും കലാപ്രകടനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൻ്റെ ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന കലയാണ് അത്. ഇന്നിപ്പോൾ നടത്തുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ബഹുമാനപ്പെട്ട സ്പീക്കറിൻ്റെ നേതൃത്വത്തിലാണ് അത് സംഘടിപ്പിക്കുന്നത്. നന്നായിട്ടുണ്ടത്. നല്ല ഒരു അർത്ഥവത്തായിട്ടുള്ള പരിപാടിയാണ്. മിനിസ്റ്റർ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിരുന്നു, അവിടെ പോയ വിശേഷമൊക്കെ കണ്ടത്. അതായത് പിന്നെ ഞാൻ ആദ്യം അതിനകത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. മിനിസ്റ്റർ, ഇനിയിപ്പോൾ നമ്മൾ മറ്റ് വാർത്തകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പം ഈ ഭിന്നശേഷി അധ്യാപക സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് NSSന് അനുകൂലമായി സുപ്രീം കോടതി ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കാരിൻ്റെയൊക്കെ നേരത്തെയുള്ള നിലപാട്. അപ്പോൾ ഇപ്പോഴത്തെ നിലപാട് മാറ്റം അത് സർക്കാരിന് വൈകി വന്ന വിവേകമെന്നാണ് ഓർത്തഡോക്സ് സഭ അടക്കം പറയുന്നത്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ മാറ്റത്തിന് പിന്നിൽ എന്താണ് കാരണം മിനിസ്റ്ററെ? അല്ല, യഥാർത്ഥത്തിൽ നേരത്തെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധി മാനേജ്മെൻറ്റിൽ കൊടുത്ത ഒരു കേസിൻ്റെ ഒരു വിധിയാണ്. ആ വിധി വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് NSS മാനേജ്മെൻറ്റ് ഡിവിഷൻ ബെഞ്ചിൽ പരാജയപ്പെട്ടു. അതിനെ തുടർന്നാണ് ആ പരാജയത്തെ തുടർന്നാണ് ഡിവിഷൻ NSS മാനേജ്മെൻറ്റ് SLP ഫയൽ ചെയ്തതിനു വേണ്ടി സുപ്രീം കോടതി പോകുന്നത്. സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സ്വീകരിക്കേണ്ടത്. എന്തിനാണ് ഈ മാനേജ്മെൻറ്റുകൾ നല്ല കാര്യം ചെയ്താലും അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയും ചെയ്ത കാര്യത്തിനോട് നല്ല വാക്ക് പറയുന്നതിന് വേണ്ടി മടി കാണിക്കുന്ന എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താണ്? സുപ്രീം കോടതിയിൽ NSSന് കൊടുത്ത അതേ ഉത്തരവ് തന്നെ മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കുന്നതിന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതിയിൽ NSSൻ്റെ SLP വന്ന അവസരത്തിൽ NSS മാത്രമേ വന്നുള്ളൂ. SLPയുമായി വേറെ ഒരു മാനേജ്മെൻറ്റും വന്നിട്ടില്ല. ഈ അഭിപ്രായം പറയുന്ന മാനേജ്മെൻറ്റൊന്നും കോടതിയിൽ വന്നിട്ടേ ഇല്ല, സുപ്രീം കോടതിയിൽ വന്നിട്ടേ ഇല്ല. ആ അവസരത്തിൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം സ്വീകരിക്കാമായിരുന്നു. പക്ഷേ 20,000 26,000 വരുന്ന അധ്യാപകരുടെ ജീവിതമാണ് നമ്മൾ സഹായം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അതിൻ്റെ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് NSSൻ്റെ കേസ് കോടതിയിൽ വാദത്തിന് വേണ്ടി വന്നപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരുടെ എത്ര എണ്ണമെന്ന് കണക്കാക്കി അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊള്ളാം എന്നുള്ള അഫിഡവിറ്റ് വാങ്ങിയ ശേഷം മറ്റുള്ളവർക്കുടെ നിയമനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് എതിരില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചു. അങ്ങനെ 2 നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വാതിൽ തുറന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് മനസ്സിലാക്കണം. ഞാൻ ഏതൊക്കെ മാനേജ്മെൻറ്റാണ് ഹൈക്കോടതിയിൽ പോയതെന്നും ഏതൊക്കെ മാനേജ്മെൻറ്റാണ് സുപ്രീം കോടതിയിൽ പോയെന്നും ഏതൊക്കെ മാനേജ്മെൻറ്റാണ് ഇപ്പോൾ അതിനെതിരായിട്ട് വർത്തമാനം പറയുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞങ്ങളുടെ ലക്ഷ്യം ഇതിലൊരു രാഷ്ട്രീയമില്ല, ഇതിലൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യവുമില്ല. എന്തായാലും 10,26,000 വരുന്ന അധ്യാപകർ ഇതിൽ രക്ഷപ്പെടുന്നു, ആ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല ഉത്തരവ് പ്രത്യേകതയുള്ള ഉത്തരവാണ്. അത് ടൈം വെച്ച് ഓരോ ലെവലിലും ഓരോ നിലവാരത്തിലും എപ്പോഴാണ് ഈ അപേക്ഷ കിട്ടിയാൽ എത്ര ദിവസത്തിനാണ് ഈ അപേക്ഷകൻ്റെ പരാതിക്ക് പരിഹാരം കാണണമെന്നുള്ള നിലയിലുള്ള മാൻഡേറ്റ് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ
ഈ ഈ ചില വിമർശനം വയ്ക്കുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചാലും അധ്യാപകരുടെ പ്രശ്നമല്ല അല്ലേ അവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനേക്കാൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതിലെന്ത് കുറവുണ്ടോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വിമർശിക്കുക എന്നുള്ളതാണ്. അത്തരം വിമർശനത്തിനൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല. അതെല്ലാം ഈ ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കട്ടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ മിനിസ്റ്റർ, വ്യക്തമാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ഇന്നലെ നമ്മൾ സമൂഹം ചർച്ച ചെയ്ത ഒരു വലിയ വാർത്തയായിരുന്നു ഒരു സിനിമയുടെ ട്രെയിലർ. അങ്ങയുടെ ശ്രദ്ധയിലും അത് വന്ന് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ്. കേരള സ്റ്റോറി എന്ന ടൈറ്റിലിൽ വന്ന ഒരു സിനിമ, അതിൻ്റെ ആദ്യ ഭാഗം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് എന്താണ് ഇതിൻ്റെ കൊണ്ട് ഈ ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അതിലും വർഗീയമായ കാര്യം, അതായത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു ട്രെയിലർ കഴിഞ്ഞ ദിവസവും പുറത്ത് വന്നു. ഇത് നമ്മളാരും ജീവിക്കുന്ന, നമ്മളാരും കാണുന്ന ഒരു കേരളം അല്ല, കേരളവുമായിട്ട് പുലബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു ട്രെയിലറാണ് കഴിഞ്ഞ ദിവസവും പുറത്തിറങ്ങിയത്. നമുക്കറിയുന്ന പോലെ മിനിസ്റ്റർ, ഇവിടെ ഒരു പേരിൽ പോലും സെൻസർ ബോർഡ് കോലാഹലം ഉണ്ടാക്കുന്ന ഒരു ബീഫ് കഴിക്കുന്ന ഒരു രംഗം ഒരു സിനിമയിലുണ്ടെങ്കിൽ അതിന് ഒരു 100,000 കട്ട് പറയുന്ന സെൻസർ ബോർഡിന് ഇതിനൊന്നും മിണ്ടാട്ടമില്ല. ഈ ട്രെയിലർ പോവുകയാണ്, ആ സിനിമ റിലീസിന് വരികയാണ്. ഇതിനെയൊക്കെ കേരളം എങ്ങനെ കാണണം മിനിസ്റ്ററെ? കേരളം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉപരോധം തീർക്കുന്നതിന് വേണ്ടിയും അതുപോലെ ശക്തമായ നിലപാട് ജനാധിപത്യപരമായും മതേതരത്വപരമായും സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത് കേരളം മാത്രമാണ്. ഇന്നിപ്പോൾ കേരള സ്റ്റോറി രണ്ടാം ഭാഗം എന്നുള്ള നിലയിൽ വരുന്ന ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സിനിമ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. കേരളത്തോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ്. കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. അതാണ് കേരള സ്റ്റോറി 2 കൂടെ വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെതായ സംസ്കാരമുണ്ട്, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം തന്നെ ഉണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും കുതിരക്കച്ചവടവും അതേപോലെ തന്നെ സ്ഥാനങ്ങൾക്ക് വേണ്ടി ലേലം വിളി നടക്കുന്ന അവസരത്തിലൊക്കെ തന്നെ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നടത്തുന്നത്. അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളത്തിൽ മാന്യമായ ഒരു സ്ഥാനമുണ്ട്. ആരോഗ്യത്തെ കാര്യത്തിൽ കേരളത്തിൽ മാന്യമായ ഒരു സ്ഥാനമുണ്ട്. വികസന പ്രവർത്തനങ്ങൾ 10 വർഷക്കാലം കൊണ്ട് കുതിച്ചുയർന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അത്തരം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ധൈര്യക്കുറവാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഈ കേരള സ്റ്റോറിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന ആൾക്കാരാണ്. ഇത് കേരളത്തെ ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ ലോകത്തിൻ്റെ മുന്നിൽ ഇതൊക്കെ ആകുമ്പോൾ ലോകം അറിയുമല്ലോ. ഇന്നിപ്പോൾ ആധുനിക ലോകത്തെ സാങ്കേതിക വിദ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോകം അറിയും. ലോകത്തിൻ്റെ മുന്നിൽ ഈ കേരളത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട അഭിപ്രായം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ നടക്കുന്ന പോലെയോ UP നടക്കുന്ന പോലെയോ ബീഹാറിൽ നടക്കുന്ന പോലെയോ അതുപോലുള്ള സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലുള്ള ഒരു കാര്യവും കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിൽ ജനാധിപത്യപരമായ നടക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദൈനംദിന പ്രവർത്തനവും UPയുടെ മുഖ്യമന്ത്രിയുടെ ദൈനംദിന പ്രവർത്തനവും നമ്മളൊന്ന് വിലയിരുത്തട്ടെ. UPയുടെ മുഖ്യമന്ത്രി ഹിന്ദു ആചാര്യനും അതുപോലെ തന്നെ ഒരു ഹിന്ദു സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള കരഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതാണ് ഫാറൂഖ് അബ്ദുള്ളയെ പോലുള്ള ഒരു ഏറ്റവും സീനിയറായിട്ടുള്ള ഇന്ത്യയിലെ ലീഡർ, ഏത് പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ, അത്രമാത്രം മഹത്തായ പാരമ്പര്യമുള്ള വ്യക്തിത്വം. അദ്ദേഹത്തിനോടൊക്കെ ഈ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന നടപടിയെന്ന് പറഞ്ഞാൽ ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതിന് വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. കേരള സ്റ്റോറിയൊന്നും കേരളത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. കേരള സ്റ്റോറിക്ക് അവരുദ്ദേശിക്കുന്നത് ചില പ്രതിഷേധം വരട്ടെ, അപ്പോൾ കുറച്ചുകൂടെ പ്രചരണം കുറച്ച് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. കേരള സ്റ്റോറിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കുകയാണ്.
കേരള സ്റ്റോറിൽ പറയുന്നത് ഉണ്ടല്ലോ, നേരത്തെ പിന്നെ പറഞ്ഞല്ലോ താങ്കൾ, ബീഫിൻ്റെ കാര്യം, വസ്ത്രത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ പിന്നെ കലാപങ്ങളുടെ പിന്നെ കാര്യമൊക്കെ തന്നെ പറഞ്ഞല്ലോ. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇതൊരു വർഗീയ ചേരിതിരിവ് ആണ് എന്നുള്ള നിലയിൽ വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ഒരു അഭിമാനത്തോട് ഞങ്ങൾ പറയുന്നു, പിന്നെ ഈ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത ഒരു 10 വർഷമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ വ്യവസായത്തിൽ നിക്ഷേപം കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? സമാധാനമായിട്ട് വ്യവസായം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളം മാത്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ല. അവർക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായവും എല്ലാവിധ സംരക്ഷണവും കേരളത്തിലെ ഗവൺമെൻറ് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർ തർക്കം വേണ്ട. ഞാൻ നിയമത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. തീർച്ചയായും മിനിസ്റ്ററെ ഇനിയിപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് പോയി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് കഴിഞ്ഞ തവണ തുടർഭരണത്തിന് CPIM കരുത്തു കൂട്ടിയത്. ഇപ്പം നേമത്തെ BJP അക്കൗണ്ട് പൊട്ടിച്ചു, 14-ൽ 13 സീറ്റ് നേടി. പക്ഷേ ഇത്തവണ കോർപ്പറേഷൻ ഭരണം കൈവിട്ടൊരവസ്ഥയിൽ നിന്നാണ് തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടേണ്ടത്. അതൊരു കോർപ്പറേഷൻ്റെ രാഷ്ട്രീയം ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതിൽ പല ഘടകങ്ങളുമുണ്ട്. ഓരോ പ്രദേശത്തു നിന്നും ആൾക്കാർ ജയിച്ചു വന്നതിന് പല ഘടകങ്ങളുണ്ട്. പിന്നെ ഒരു 10 വോട്ടിന് താഴെ ജയിച്ച തന്നെ ഒരു 20ഓളം വരുന്ന മണ്ഡലങ്ങളുണ്ട്. അതൊരു അശ്രദ്ധ പൊതുവിൽ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒട്ടും ജനാധിപത്യപരമായ രീതിയിലല്ല. ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പിന്നെ സ്ഥാനാർത്ഥിയായി നിയമത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്നെ അധികാരങ്ങളും ഉപയോഗിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നിയമത്തിൻ്റെ വോട്ടൻ പാറ്റേണും ഒക്കെ തന്നെ നോക്കിയാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും ഞങ്ങൾ 13 സീറ്റിലും വീണ്ടും ജയിച്ച് വരുമെന്ന് മാത്രമല്ല, കോവളം സീറ്റ് കൂടി ഞങ്ങൾക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. അതിൽ ഒരു തർക്കവും വേണ്ട. മിനിസ്റ്റർ, ഇപ്പൊ തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജു എന്താണെങ്കിലും മത്സരിക്കില്ല, ജയിച്ചു അങ്ങേക്ക് ആ മണ്ഡലത്തിന്റെ ചുമതല നൽകിയെന്ന് കൂടി അറിയുന്നുണ്ട്. പിന്നെ മിനിസ്റ്റർ പറഞ്ഞോളൂ, പൂർത്തിയായിക്കോളൂ. അല്ല, അതിന് നമുക്ക് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുള്ള മുന്നണിയാണല്ലോ ഞങ്ങളുടെ മുന്നണി. ഞങ്ങൾക്ക് ചില ആൾക്കാർ ചെയ്യുന്ന പോലെ ലേലം വിളിക്കേണ്ട കാര്യമില്ല. അതിന് പറ്റുന്ന ഒരാളിനെ അവിടെ മത്സരിപ്പിക്കുകയും ജയിക്കുകയും ചെയ്യും. അതിന് ഒരു തർക്കവും വേണ്ട. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാനിപ്പോൾ അവസാനിപ്പിക്കും. ഇപ്പം മിനിസ്റ്റർ, ഇപ്പം ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശിവൻകുട്ടി സഖാവ് എന്ന് പറയുമ്പം ആദ്യം മനസ്സിലേക്ക് വരുന്നത് സമരങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു നേതാവാണ്, എന്തിനും പോകുന്നൊരു നേതാവ്. ഇപ്പോൾ 5 വർഷം പിള്ളേർക്കൊപ്പം കൂടിയപ്പോൾ മിനിസ്റ്റർ മൊത്തത്തിലൊരു പൂക്കിയായോ, അതോ പണ്ടത്തെ അതേ നേതാവ് തന്നെയാണോ? കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. നമ്മുടെ ജനിച്ച മുതലുള്ള നമ്മുടെ ഈ കാലഘട്ടം നോക്കിയാൽ ഓരോ അവസരങ്ങളിലും ഓരോ ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും. വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോൾ ഒരു നിലപാട്, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ വേറൊരു നിലപാട്, മേയറായിരുന്നപ്പോൾ മറ്റൊരു നിലപാട്, മന്ത്രിയായിരുന്നപ്പോൾ മറ്റൊരു നിലപാട്, MLA ആയിരുന്നപ്പോൾ മറ്റൊരു നിലപാട്. എല്ലാ നിലപാടുകളും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ്. സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ എല്ലാ നിലപാടും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അധ്യാപകർക്ക് വേണ്ടിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏതാണ്ട് 20 മുതൽ 26,000-ഓളം വരുന്ന അധ്യാപകർക്ക് സംരക്ഷണം, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിർദ്ദേശപ്രകാരം ഇറക്കിയത്. മിനിസ്റ്റർ, ഇപ്പം അങ്ങയുടെ ഈ ഫേസ്ബുക്ക് നോക്കുമ്പോഴേ എന്തൊരു വിവാദം വന്നാലും തഗ്ഗോട് തഗ്ഗ, അപ്പം അതൊക്കെ അങ്ങ് കാണുന്നുണ്ടോ? ഈ ഭയങ്കര രസമാണ് ആ ഫേസ്ബുക്കിൽ വരുന്ന അങ്ങയുടെ ഓരോ കമന്റുകളും. കാണുന്നുണ്ട് നോക്കുന്നുണ്ട്. ഞങ്ങളൊരു ടീമാണ് ഇതിന് ഒരു ടീമുണ്ട് നമുക്ക്. എന്തായാലും അതിലെഴുതിയിരിക്കുന്ന കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അതിലെഴുതുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നേരിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഈ തിരക്കിനിടയിൽ. എന്നാലും തന്നെ എൻ്റെ ഫേസ്ബുക്ക് ആകുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാൻ കണ്ടുകൊണ്ടായിരിക്കും അത് ഫേസ്ബുക്കിൽ പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ
അപ്പോൾ ഓക്കെ മിനിസ്റ്റർ, ഒത്തിരി സന്തോഷം ഈ സമയക്കുറവിനിടയിൽ നമുക്കൊപ്പം കുറച്ച് സമയം thank you. സ്പെൻഡ് ചെയ്തതിന്. നല്ലൊരു ദിവസം അങ്ങേക്ക് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 250 ആൾക്കാർ എൻ്റെ വീട്ടിൻ്റെ പുറത്ത് നിൽക്കുകയാണ് എന്നെ കാണാൻ വേണ്ടി. അതിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഷർട്ടെല്ലാം മാറ്റി ഷർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു പോയല്ലോ എന്നുള്ളതിൽ ഇതിൽ പങ്കെടുത്തത്. എന്തായാലും നന്ദി, നമസ്കാരം. ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു സോ മച്ച്.